വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ അവന്റെ സന്തോഷത്തിൽ ആരംഭിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുധരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ഭാവപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിളിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിനക്കറിയാം ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ആദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ.
വിധിയുടെ നാളിൽ കളനാദം പൂജിതമല്ലോ. വിളങ്ങും അന്ത്യമെണിയണയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗേ. അത് ധാന്യങ്ങൾക്കുത്ഥാനം രക്ഷയുയരം നൽകുന്നു. ആകാശമറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പൊട്ടിമുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. മിന്നൽ കനിയേണം ജീവൻ ആദ്യം മുതൽ നീക്കുവാമീൻ തെളിവായി ആകാശത്തിനും ഭൂമിയിലും സ്തുതിർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. ഉന്നത മിന്നി വിളങ്ങും വചനമൊരുടരാൻ വരമരുളേണം. ോരവികലബോധം നുകരാൻ മൃതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നിരവധിയുടെ ദിവസത്തിൽ നിങ്ങളെ അമ്മച്ചയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവിനെ സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുവാമേ. വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാനോളത്താലെ മോക്ഷത്തിൽ ചേരുവാനിടയാവട്ടെ. നിത്യപിതാവേ, കർത്താവിന്റെ വിലമതിയാത്തതിനെ കുറിച്ച് മരിച്ചവരുടെ മേ കൃപയായിരിക്കണമേ. സുഖസ്നായി ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസത്താവിനെ കുറിച്ച് മരിച്ചവരുടെ മേ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, അതിന്മേൽ ഞങ്ങളെ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോന്നതാലെ മോക്ഷത്തിൽ ചേരും. വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക മിന്നൽ മിന്നൽ മരണത്തിൽ സന്ദേശവുമായി വന്നൊരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക സന്ദേശവുമായി വന്നൊരികിൽ നടുങ്ങി മനമിളകി പേടി വളർന്നിൽ സ്വരമിടറി വെളിനീർ തൂകി ഉണർത്തിച്ചു നാഥ ഞാനങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികെ മൃതിധാരന്ത്യം ഈശ്വര വിധിയാൽ ഒഴിവിൽ തനയനിൽ നിന്നും താരനെ മരണം ദൂരെയകറ്റും
ഇനിയൊരു നാളും കണ്ണുകളിരുളും കാതുകൾ അടയും കരിനിഴലുയരും പ്രതിദാനന്ത്യം ഒഴിവില്ല ഭുവനവും അതിലെ ജഡികാശകളും അസ്ഥിരമല്ലോ ഇനി വരില്ല യാത്രക്കാരേ അതിലെ ജഡികാശിനമേ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം അസ്ഥിരമല്ലോ ഉപനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോൽ എല്ലാം മൃതരുന്നാകെ ഭാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു നിയോഗിച്ചു ദൈവം നിത്യസമാരാധ്യൻ അവരെല്ലാം സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ അത് ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ എന്റെ കർത്താവേ, നല്ലവരുത്തുവലം ഭാഗേ താവകമല്ലോ കർത്താവേ. മഴപെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു. താവളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. കാണുന്നു നിരവധിയാവിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. മഹനീയമായ നിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ആത്മാവുമായ സർവേശ്വര, അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും നീർപ്പോളകൾ പോളെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിട ദർശന സുഭഗം. ാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. നാമത്തിലെ സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ദിവസത്തിൽ നിന്റെ ദാസിയെ പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഇവിടെ ഏർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും കാരുണ്യവാനും ഇല്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അവന്റെ സന്തോഷപരാനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതേ
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേളകൾ പോലെല്ലാവരും വിടില്ല ഇന്നിലിതാ നിൻ കബറിടമല്ല കർത്താവേ കാത്തതിന് ഞാൻ വിളിക്കുന്നു എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നവല്ലോ എന്റെ പ്രതീക്ഷ ആയാലും കർത്താവിനെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ അതിനെ സ്തുതി പ്രാർത്ഥിക്കാനും നീതിമാനുമായ വിധികർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദുഷ്ടന്റെ ലോകാരംഭം സജ്ജമാകപ്പെട്ട സ്വർഗരാജ്യം ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ വഴി നോക്കണേ. ഏകദേശം 86 വർഷത്തോളം നമ്മളിവിടെ ജീവിച്ച് നമുക്ക് നല്ലൊരു മാതൃക നൽകിക്കൊണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ മാതൃക നൽകിക്കൊണ്ട് നമ്മിൽ നിന്ന് കടന്നു പോകുന്ന ഈ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ അമ്മച്ചിയുടെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ ആരംഭ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം.
അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീറിനെ നീ ആശീർവദിക്കണമേ. ജലത്താൽ തന്നെ ഇതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ നീ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നത് മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ അത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നേൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കരുണിയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും ഗതിയാൽ മണ്ണെതിരാക്കുകയും ധ്യാനിക്കുകയും നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിന്റെ വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേരും. മർത്യന് മർത്യത പുണരുന്നു, ക്ഷേമുള്ളോൻ അക്ഷയനാകും. മർത്യതയേവം സകലേശൻ വിധാതാവേ, നൽകണമേ
പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടെ നിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരൊത്തു വലമ്പാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഹമാരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിർപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മിശിഹായുടെ സമാനമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ മറിയാമ്മ അമ്മച്ചിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുവാനായി നാം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നട്ടുവുമാണ്. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ, നമ്മളെ സ്നേഹത്തോട് വിളിക്കുന്ന മാപ്പ അമ്മച്ചി ഈ ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നമുക്ക് കാട്ടിത്തന്നിട്ടാണ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുക. കാരണം ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളവും ഇരട്ടിപ്പിച്ച് നൽകുവാനുള്ള ഒരു ക്രൈസ്തവ വിളി അതുതന്നെയാണ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ അമ്മച്ചി നമുക്കും പകർന്നു നൽകുക. കാരണം ഒരു കർഷകയായിട്ട് ഈ നമ്മുടെ ഈ ഇടയിൽ ജീവിച്ചപ്പോൾ ദൈവം തനിക്ക് നൽകിയ താലന്തുകൾ അത് യഥാവിധി തന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. 5 ഉള്ളവൻ അത് 10 ആക്കി, 2 താലന്തുള്ളവൻ 4 ആക്കി, പക്ഷേ 1 കിട്ടിയവൻ അത് വെറുതെ വെച്ചു. നമ്മുടെ അമ്മച്ചിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അമ്മച്ചിക്ക് 5 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയും അതിലും കൂടുതൽ സമ്പാദിക്കുവാനായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അത് തന്നെയാണ് തന്റെ ദൈവം നൽകിയ 9 മക്കളെ യഥാർത്ഥ ജീവിതത്തിന്റെ വഴിധാരയിലൂടെ നയിച്ചു എന്ന് നമുക്ക് വളരെ മാതൃകയായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. തന്റെ പ്രിയ ഭർത്താവിന് സ്നേഹനിധിയായ ഒരു ഭാര്യയായി, മക്കൾക്ക് വിശ്വാസത്തിൽ വളർത്തുന്ന മാതൃക നിറഞ്ഞ നല്ല ഒരു അമ്മ. എല്ലാ തരത്തിലും അമ്മച്ചി നമുക്ക് മാതൃക നൽകിയിട്ടാണ് ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുക. ഒരു പ്രാവശ്യം അമ്മച്ചിയെ പരിചയപ്പെടുന്നവരെ പിന്നീട് ഒരിക്കലും മറക്കുകയില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ തനിക്ക് നൽകാൻ പറ്റുക മറ്റുള്ളവരെ തമാശ രീതിയിലൂടെ ഏറെ സന്തോഷിപ്പിച്ച് അയക്കുക എന്നുള്ളതാണ്. തൻ്റെ രോഗാവസ്ഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുക. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതവും അപ്രകാരമായിരുന്നു. തൻ്റെ വേദനകളെ അവളെ മിശിഹായ്ക്ക് വേണ്ടി സ്നേഹമായി മറ്റുള്ളവർക്ക് പകർന്നു നൽകി എന്നുള്ളതാണ് ആ വിശുദ്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ അമ്മച്ചി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധിയായിട്ട് തീർന്നിരിക്കുക. കാരണം തന്റെ ജീവിതത്തിൽ എന്ത്
തന്നെ സഹനങ്ങളുണ്ടായാലും അതിനെയെല്ലാം പ്രത്യേകിച്ച് രോഗാവസ്ഥയിലും മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാതെ സ്നേഹത്തോടെ അവരുടെ ഇടയിൽ പെരുമാറുന്ന ഒരു വ്യക്തിത്വം ഒരു ക്രൈസ്തവ ജീവിതത്തിന് ഏറെ മാതൃക നൽകുന്ന ഒന്നാണ്. കാരണം ഈശോ മിശിഹായും സഹനങ്ങളിലൂടെയാണ് ഒരു ക്രൈസ്തവ സഭയെ വീണ്ടെടുക്കുക. ഈശോ അവസാന പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി തന്റെ തന്നെ ജീവിതം സമർപ്പിക്കുന്നു എന്ന കാര്യത്തിൽ തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് വെറുതെ ഞാനൊരു സാധാരണക്കാരനെ പോലെ ഈ ലോകത്ത് ജീവിച്ച് മൺമറയുന്നതല്ല. യഥാവിധി തന്റെ കുടുംബത്തിനും മക്കൾക്കും മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുമ്പോഴാണ് ഓരോരുത്തർക്കും കരഗതമാകുക. അതുകൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കുകയും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത നിന്റെ കൽപ്പനയാണ് ഈ ലോകം പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദം തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പ്രസിദ്ധ ദൂതമായി നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മൂല്യമായ രക്തം നിന്റെ രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താനും വഴി മേശവർഗത്തിനും പ്രതീക്ഷീശരണവും പ്രദാനം ചെയ്ത മിശിഹായെ പിറ്റേ ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്രയിക്കാനും വേണ്ടി ആസന്ന മരണത്തിൽ സ്വയം കണ്ണുനീറിന്റെ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചേർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും ആകാശത്തിലും ഭൂമിയിലും തുല്യനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. അന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാം മത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം സോദരിമാരാം മത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരരെയും ചിന്തിച്ചഴലിൽ കാണൂ. അന്നൊരു ദിവസം പറയരു ദൈവം കരുണയോടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം സോദരിമാരാം മത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രചാരക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവമച്ഛയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സംസ്കാര ശുശ്രൂഷയുടെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം മുഖരുമിടത്തിൽ പോകുന്നു ഞാൻ. മിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം മുഖരുമിടത്തിൽ പോകുന്നു ഞാൻ. മിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം മുഖരുമിടത്തിൽ പോകുന്നു ഞാൻ. മിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം
ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര നൈശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിടാൻ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം
ദർശന
ആകാശത്തിൻ
സ്ത്രീ പുരുഷന്മാരന്തരമിയല ഉത്ഥാനത്തിൽ ആകാശത്തെ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മന്നതീനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായിൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അത് തന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ കണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്റെ വലത്തുവാദം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തികൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടനെയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ല വരുത്തു വലം ആകെ ആകാശഭൂമി നിലയാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭിയം നീ നൽകണമേ മുതലായുസും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ ലുഹായി പ്രധാനാമിന്റെ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ജനമെല്ലാം പ്രകൃതികട്ടെ. ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ.
മലാഖമാരോടുകൂടി സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മിശിഹാകർത്താവിൻ ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാകരിവന്നരുളട്ടെ കർത്താപകിലേശൻ. ും വരുമല്ലോ മരണമുറക്കം നിന്നെ വിളിക്കട്ടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പരിശുദ്ധരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. രാവും പകൽ ഞാൻ കണ്ണീരോടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. പരിശുദ്ധരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ എന്റെ ദാസയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഗ്നിയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായി ഉയർത്തും മഹനീയമായി നിത്യജീവൻ നൽകിയ സ്വർഗരാജ്യമാകുന്ന ഓർസിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ബിജു
Thank you.